നെക്സ്റ്റ് ടോപ്പിക്ക് സിങ്ക്രണസ് കൗണ്ടേഴ്സ്. അസിങ്ക്രണസ് കൗണ്ടേഴ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി സിങ്ക്രണസ് കൗണ്ടേഴ്സ് എന്താണെന്ന്. സിങ്ക്രണസ് കൗണ്ടേഴ്സിനകത്ത് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സും സെയിം ക്ലോക്ക് സിഗ്നൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനേബിൾ ചെയ്യുന്നത്. അസിങ്ക്രണസിനകത്താണെങ്കിൽ നമ്മൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് തൊട്ടടുത്തതിൻ്റെ ഇൻപുട്ടായിട്ട് ക്ലോക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ എല്ലാത്തിനും സെയിം ക്ലോക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എല്ലാം കറക്റ്റ് ഒരുമിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി ഒരു സിങ്ക്രണസ് കൗണ്ടർ ഡിസൈൻ ചെയ്യാനുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് അതിൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാം. അതായത് ഇപ്പോൾ നമ്മൾ സിങ്ക്രണസ് കൗണ്ടേഴ്സിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റുകൾ മാത്രം വേണമെന്നാണോ പറഞ്ഞിരിക്കുന്നത് അത് വെച്ചിട്ട് നമ്മൾ ആദ്യം വരയ്ക്കുക, ഒരു സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കുക. അത് കഴിഞ്ഞ് ആ സ്റ്റേറ്റ് ഡയഗ്രാം യൂസ് ചെയ്തുകൊണ്ട് ഒന്നുകിൽ JKയുടെ അല്ലെങ്കിൽ Dയുടെ ഏതെങ്കിലും നമ്മളൊരു ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നു, അതിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ വരയ്ക്കണം. ഓക്കെ, സ്റ്റേറ്റ് ഡയഗ്രത്തിൽ നിന്ന് സ്റ്റേറ്റ് ടേബിൾ വരും, ആ ടേബിളിൽ നിന്നുകൊണ്ട് എക്സൈറ്റേഷൻ ടേബിൾ വരയ്ക്കുക. അപ്പോൾ എക്സൈറ്റേഷൻ ടേബിൾ വരയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ആ സ്റ്റേറ്റ് ടേബിൾ വരയ്ക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് അനുസരിച്ചാണ് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ എക്സൈറ്റേഷൻ ടേബിൾ യൂസ് ചെയ്തിട്ട് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ഇൻപുട്ടുകൾക്ക് എഴുതിയിട്ടുണ്ട്. സോ ആ ഓരോ ഇൻപുട്ടുകൾക്കും വേണ്ടിയിട്ട് K-മാപ്പ് യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യണം. ദെൻ സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നത് യൂസ് ചെയ്തിട്ട് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സർക്യൂട്ട് വരയ്ക്കുക. അപ്പോൾ ആദ്യം സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കണം, ദെൻ സ്റ്റേറ്റ് ഡയഗ്രത്തിൽ നിന്ന് സ്റ്റേറ്റ് ടേബിൾ വരയ്ക്കുക. സ്റ്റേറ്റ് ടേബിളിൽ നിന്ന് തന്നെ നമുക്ക് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണമെന്ന് മനസ്സിലാക്കും. അത് വെച്ചുകൊണ്ട് നമ്മൾ JKയോ Dയോ നമുക്കിഷ്ടമുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് സർക്യൂട്ട് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, എക്സൈറ്റേഷൻ ടേബിൾ എഴുതാം. എന്നിട്ട് ഓരോ J ആണെങ്കിൽ കറസ്പോണ്ടിങ് JK ഫ്ലിപ്പ് ഫ്ലോപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എത്ര JK ഉണ്ടോ അത്രയും Jയുടെയും എത്ര K ഉണ്ടോ അത്രയും Kയുടെയും സിംപ്ലിഫൈഡ് ഫംഗ്ഷൻ K-മാപ്പ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കണം. എന്നിട്ട് K-മാപ്പ് യൂസ് ചെയ്ത് കിട്ടിയ സിംപ്ലിഫൈഡ് വേർഷൻ യൂസ് ചെയ്തുകൊണ്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ലോജിക് ഡയഗ്രാംസ് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഡിസൈൻ എ മോഡ് 4 സിങ്ക്രണസ് അപ്പ് കൗണ്ടർ. മോഡ് 4 എന്ന് പറയുമ്പോൾ കൗണ്ട് 4 ആണ്. കൗണ്ട് 4 എന്ന് പറയുമ്പോൾ 0 മുതൽ 3 വരെ, 0 1 2 3. അപ്പോൾ നമുക്ക് 4 കൗണ്ടായി. സോ 3 വരെ വന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം, 0 1 2 3 എന്ന് പറയും. നമ്മളിപ്പോൾ ചോദിക്കും മോഡ് 4 എഴുതുമ്പോൾ നമുക്ക് 3യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തൂടെ ചോദിക്കാം. അങ്ങനെയും വരാം. പക്ഷെ നമ്മൾ മോഡ് 4 സിങ്ക്രണസ് അപ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ 1 2 3 അങ്ങനെയാണ് എഴുതുന്നത്. അതുപോലെ എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിൽ നിന്നാണ്. ഇപ്പോൾ പ്രത്യേകിച്ചൊരു സ്റ്റേറ്റ് പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മളെപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിൽ നിന്നാണ്. അപ്പോൾ 0യിൽ നിന്ന് അപ്പ് എന്ന് പറയുമ്പോൾ ഓരോന്ന് കൂട്ടി എഴുതുക. ഇനി മോഡ് 4 ഡൗൺ കൗണ്ടർ എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ, 3 2 1 0 അങ്ങനെ എഴുതിയേനെ. മോഡ് 4 ഡൗൺ കൗണ്ടർ ആണെങ്കിൽ. മോഡ് 4 അപ്പ് കൗണ്ടർ ആണെങ്കിൽ നമ്മൾ എഴുതുന്നത് 0 1 2 3 എന്ന് പറയുന്നതാണ് യൂസ് ചെയ്യുക. അപ്പോൾ താഴെ മോഡ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാം അല്ലെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റുകൾ വെച്ചിട്ടുള്ള ഡയഗ്രാമാണ് പറഞ്ഞേക്കുന്നത്. മോഡ് 4 എന്ന് പറയുമ്പോൾ നമുക്ക് 3 വരെ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതിയേക്കുന്നത് എന്താണ്, ആദ്യം 0 ദെൻ 1 ദെൻ 2 ദെൻ 3. 0യിൽ നിന്ന് നേരെ 3യിലേക്ക് വരില്ല, ആരോ വരുന്ന അനുസരിച്ചാണ് പോകുന്നത്. അപ്പോൾ 0 ആണെങ്കിൽ നേരെ 1ലേക്ക് പോകും, അത് കഴിഞ്ഞ് 2 കഴിഞ്ഞാൽ 3 കഴിഞ്ഞാൽ വീണ്ടും 0യിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ ബൈനറി റെപ്രസെൻറ്റേഷനിൽ നമ്മളത് ചെയ്യുന്നത് എങ്ങനെയാണ്, 0 0 0 1 1 0 1 1. ഓക്കെ, അപ്പോൾ 0 0 0 1 1 0 1 1 എത്ര ബിറ്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, 2 ബിറ്റ്. അപ്പോൾ നമുക്ക് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണ്ടി വരും, 2 ഫ്ലിപ്പ് ഫ്ലോപ്സ് മതിയാവും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, എക്സൈറ്റേഷൻ ടേബിൾ. നമ്മളിവിടെ JK ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് 2 JK ഫ്ലിപ്പ് ഫ്ലോപ്പാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ നമ്മുടെ അതിൻ്റെ കറസ്പോണ്ടിങ് ട്രാൻസിഷൻ ഡയഗ്രാംസ് എക്സൈറ്റേഷൻ ടേബിൾ നമുക്കറിയാം അല്ലേ. JKയുടെ എക്സൈറ്റേഷൻ ടേബിൾ 0 0 ആണെങ്കിൽ 0 ഡോൺ കെയർ, 0 1 ആണെങ്കിൽ 1 ഡോൺ കെയർ, 1 0 ആണെങ്കിൽ ഡോൺ കെയർ 1, 1 1 ആണെങ്കിൽ ഡോൺ കെയർ 0. ഇത് നമ്മൾ കാണാതെ പഠിക്കേണ്ടുന്ന സംഭവമാണ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ അടുത്തത് ചെയ്യാൻ പോണേ. ഓക്കെ,
അപ്പോൾ ആദ്യം നമുക്കുള്ള 4 സ്റ്റേറ്റുകൾ. പ്രസൻറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്റ്റേറ്റ്. നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്റ്റേറ്റിൽ നിന്ന് അടുത്തത് ഏതിലേക്കാണ് പോവേണ്ടത് എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റേറ്റ് കാണിക്കുന്നത്. അടുത്ത കോളം എന്ന് പറയുന്നത് ജെയുടെയും കെയുടെയും കറസ്പോണ്ടിങ് എക്സൈറ്റേഷൻ വരേണ്ടുന്ന പോർഷനാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 0 0 എന്ന് പറയുന്ന പ്രസൻറ്റ് സ്റ്റേറ്റ്. ഇപ്പോൾ നമ്മൾ 0-യിലാണ് നിൽക്കേണ്ടുന്നതെങ്കിൽ ആ ഫിഗർ അനുസരിച്ച് നമ്മൾ എവിടേക്കാണ് പോകേണ്ടുന്നത്? 1-ലേക്കാണ് പോകേണ്ടത്. 1-ൻ്റെ കറസ്പോണ്ടിങ് ബൈനറി റെപ്രസെൻറ്റേഷന് 0 1. സോ നെക്സ്റ്റ് സ്റ്റേറ്റിൽ എന്തായിരിക്കും? 0 1. ഇപ്പോൾ 0 0-യിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് അടുത്തത് പോവേണ്ടുന്നത് 0 1-ലാണ്. ശരി, ഇനി അടുത്തത് ഇപ്പോൾ നമ്മൾ 0 1-ലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് അടുത്തത് ഏതിലേക്കാണ് പോവേണ്ടുന്നത്? 2-ലേക്കാണ്. അതായത് 1 0-ലേക്കാണ് പോകേണ്ടത്. അതാണ് അടുത്തത് കാണിച്ചേക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ പ്രസൻറ്റ് സ്റ്റേറ്റ് 1 0 2-ലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് അടുത്തത് പോകേണ്ടുന്നത് 3-ലേക്കാണ്. അപ്പോൾ 1 1. ഇനി നമ്മുടെ പ്രസൻറ്റ് സ്റ്റേറ്റ് 3 0 0. അതായത് ഇതെന്തിനാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഫസ്റ്റ് ഒരു സ്റ്റേറ്റ് ചെയ്തു, നിങ്ങൾ കണ്ടു കഴിഞ്ഞു, നിങ്ങളിപ്പോൾ സർക്യൂട്ട് ഡിസൈൻ ചെയ്തു, നിങ്ങളതിൻ്റെ ഔട്ട്പുട്ട് വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ സെയിം സർക്യൂട്ട് അതിൻ്റെ സർക്യൂട്ട്സുകളൊന്നും അല്ലെങ്കിൽ അതിൻ്റെ വയറിങ്സ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ചേഞ്ച് ചെയ്യാണ്ട് അങ്ങനെ തന്നെ നിങ്ങളുടെ സിസ്റ്റം ഓഫ് ചെയ്തിട്ട് പോയി എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം നിങ്ങളിപ്പോൾ ലാസ്റ്റിൽ വന്ന് നിന്നത് 2-ലാണ് വന്ന് നിന്നത്, എന്നിട്ട് നിങ്ങളതങ്ങ് ഓഫ് ചെയ്തിട്ട് പോയാൽ അടുത്ത ആൾ വരുമ്പോഴത്തേക്ക് അത് ഓൺ ചെയ്യും. ഓൺ ചെയ്ത് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ 2-ലാണ് നിൽക്കുന്നതെങ്കിൽ അടുത്തത് എവിടേക്കാണ് പോവേണ്ടുന്നത്? 3-ലേക്കാണ്. അപ്പോൾ 2-ൽ നിന്ന് 3-ലേക്ക് പോയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ആൻസർ കറക്റ്റാണ്. പക്ഷേ വേറൊരാൾ വന്ന് നിൽക്കുമ്പോൾ അയാൾ പറയുന്നത്, അയ്യോ ഞാൻ 0 നല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരുന്നത്, എന്തുകൊണ്ട് എനിക്ക് 2-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു? അപ്പോൾ 2-ലാണ് നമ്മുടെ സർക്യൂട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണോ അതനുസരിച്ച് മൂവ് ചെയ്ത് വരിക. അപ്പോൾ 0 പൊസിഷനിൽ വരുമ്പോൾ നമുക്കത് പിന്നീട് കറക്റ്റാവും. അപ്പോൾ എല്ലാ കണ്ടീഷൻസും നമ്മൾ ചെക്ക് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രസൻറ്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും നമ്മൾ എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ സാധാരണ ചിന്തിക്കുന്നത് പ്രസൻറ്റ് സ്റ്റേറ്റ് 0 ആണെങ്കിൽ നമുക്ക് അടുത്തത് 1-ലേക്ക് പോകണം, അവിടുന്ന് 2-ലേക്ക് പോകണം, അവിടുന്ന് 3-ലേക്ക് പോകണം, വീണ്ടും 3-ൽ നിന്ന് 0-ലേക്ക് വരണം. അത് പക്ഷേ നമുക്കേ അറിയത്തുള്ളൂ. സർക്യൂട്ടിന് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഇന്ന പൊസിഷനിൽ നിൽക്കുമ്പോൾ ഇന്നതിലേക്ക് പോകണം, അടുത്തത് ഇന്നതാണെങ്കിൽ ഇന്നതിലേക്ക് പോകണം, അങ്ങനെയെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് സർക്യൂട്ട്സിന് പറഞ്ഞു കൊടുത്താൽ മാത്രമേ അതനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റൂ. നമ്മളെപ്പോലെ അത് ചിന്തിച്ച് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്നും കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രസൻറ്റ് സ്റ്റേറ്റിലെ എല്ലാ കണ്ടീഷൻസും നമ്മൾ പറഞ്ഞിരിക്കുന്ന 0 മുതൽ 3 വരെയുള്ള കണ്ടീഷൻസ് എല്ലാം നോക്കുന്നത്. ഓക്കെ തന്നെ. അപ്പോൾ 0 ആണെങ്കിൽ 1-ലേക്ക് പോവാം, 1 ആണെങ്കിൽ 2-ലേക്ക് പോവാം, 2 ആണെങ്കിൽ 3-ലേക്ക് പോവാം, 3 ആണെങ്കിൽ വീണ്ടും 0-ലേക്ക് വരാം. പിന്നെ നിങ്ങൾ എത്ര പ്രാവശ്യം അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോഴെല്ലാം എന്തായിരിക്കും? 0 1 2 3 0 0 1 2 3 0 1 2 3 0 1 2 3 0 ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും, കണ്ടിന്യൂസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, എപ്പോഴാണ് അത് ഓഫ് ആവുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒന്നുകിൽ സർക്യൂട്ട് വയറിങ് എടുത്ത് കളയുക അല്ലെങ്കിൽ ഓഫ് ചെയ്യുക. ആ ഒരു സർക്യൂട്ട് മൊത്തത്തിൽ നമ്മൾ കണക്ഷൻ ഓഫ് ചെയ്യുക. അപ്പോൾ അത് ക്ലോസ്. അതല്ലാതെ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ നമ്മൾ എത്ര ക്ലോക്ക് പൾസ് കൊടുക്കുന്നോ അത്രയും സമയം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇത് 0 1 2 3 0 1 2 3 0 1 2 3 അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനൊരു സ്റ്റോപ്പ് വരില്ല. ഓക്കെ, സ്റ്റോപ്പ് വരുന്നത് സർക്യൂട്ട് ഡിസ്കണക്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ സ്റ്റോപ്പ് ആവത്തുള്ളൂ. അല്ലാത്ത കണ്ടീഷൻസിൽ ആര് വന്ന് ഓപ്പൺ ചെയ്താലും ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസൻറ്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും കൊടുക്കുന്നത്. അടുത്തത് ഇൻപുട്ടുകൾ നമുക്ക് 2 ഫ്ലിപ്പ് ഫ്ലോപ്പാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. നമ്മൾ എയും ബിയും വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ബി എ എന്നാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ആദ്യം ചേഞ്ച് ആവുന്നത് അല്ലേ? നമ്മളെപ്പോഴും എടുക്കുന്നത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. അപ്പോൾ നമ്മൾ ബൈനറി റെപ്രസെൻറ്റേഷൻ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ചേഞ്ച് ചെയ്യുന്നത് അല്ലേ? 0 0 ദെൻ 0 1 അങ്ങനെയല്ലേ ചേഞ്ച് ആവുന്നത്? 0 0 0 1 1 0 1 1. അതായത് ഈ പൊസിഷനാണ് ആദ്യം നമുക്ക് ചേഞ്ച് ആവുന്നത് അല്ലേ? പിന്നെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് 1കളും 0കളും വരുന്നത്. അപ്പോൾ ആദ്യം 0, ആ 0 മാറിയാണ് 1 വന്നത്. അപ്പോൾ ഇനി അതിൽ മാറാനില്ലാത്തത് കൊണ്ടാണ് അടുത്തത് ഇവിടെ 1 വന്നത്. അടുത്ത എന്ത് ചെയ്യും? ഇവിടെ 0 ആയിരുന്നു, ഈ 0 1 ആകുമ്പോൾ കറസ്പോണ്ട്. അപ്പോൾ
നമ്മുടെ റൈറ്റ് മോസ്റ്റ് ആണ് എപ്പോഴും ചേഞ്ച് ആവുന്നത്, അതായത് ആദ്യത്തേതാണ് നമുക്ക് എപ്പോഴും ചേഞ്ച് ആവുന്നത്. ആ ആദ്യത്തേതിനെയാണ് നമ്മൾ എ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, രണ്ടാമത്തേനെയാണ് ബി ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സൈറ്റേഷൻ ടേബിളാണ്. നമ്മൾ സാധാരണ എക്സൈറ്റേഷൻ ടേബിൾ ഇങ്ങനെ ഒരെണ്ണം മാത്രം ഉണ്ടെങ്കിലുള്ള കേസാണ് നമ്മൾ ഈ എഴുതി വെച്ചേക്കുന്നത് അല്ലേ ഇത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് അത് വന്നു എന്ന് ചോദിച്ചാൽ, എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രസൻറ്റ് സ്റ്റേറ്റും ഉണ്ട് നെക്സ്റ്റ് സ്റ്റേറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കുന്നത് എയുടെ രണ്ട് സ്ഥലത്തുള്ള നെക്സ്റ്റ് സ്റ്റേറ്റിലും പ്രസൻറ്റ് സ്റ്റേറ്റിൽ എയുടേത് എടുക്കുന്നു. 0 1 1 0 0 1 1 0. കണ്ടോ, എകൾ പ്രസൻറ്റ് സ്റ്റേറ്റിലെ എയും നെക്സ്റ്റ് സ്റ്റേറ്റിലെ എയും അതാണ് ഇവിടെ എടുക്കുന്നത്. നമ്മളിവിടെ QN+1 എന്ന് പറയുന്നതിന് നമ്മളിവിടെ എടുക്കുന്നത് എന്താണ്, ഇവിടുത്തെ QNഉം ഇവിടുത്തെ QN+1. അത് ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെതാണെങ്കിൽ എ എടുക്കും, രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ ബി എടുക്കും. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് JA KA. അപ്പോൾ പ്രസൻറ്റ് സ്റ്റേറ്റിലെ എ കോളവും നെക്സ്റ്റ് സ്റ്റേറ്റിലെ എ കോളവും നോക്കും. എന്നിട്ട് അതിൻ്റെ 0 1 ആണെങ്കിൽ 0 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏതാ വേണ്ടുന്നത്, ഇവിടെ 0 1ന് പകരം എന്താ വരേണ്ടുന്നത്, 1 ഡോണ്ട് കെയർ. ഇവിടെ 0 1ഉം 1 0യും മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ 0 1 ആണെങ്കിൽ 1 ഡോണ്ട് കെയർ, 1 0 ആണെങ്കിൽ ഡോണ്ട് കെയർ 1. അപ്പോൾ നിങ്ങൾ JA KA എന്ന് പറയുന്ന അത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ കോളവും ഈ കോളവുമാണ് നോക്കുന്നത്. 0 0 1 0 1 ഈസ് 1 ഡോണ്ട് കെയർ. അടുത്തത് 1 0 1 0 ഈസ് ഡോണ്ട് കെയർ 1. 0 1 വീണ്ടും 1 ഡോണ്ട് കെയർ, 1 0 വീണ്ടും ഡോണ്ട് കെയർ 1. അപ്പോൾ JA KA കഴിഞ്ഞു. നെക്സ്റ്റ് JB KB എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്, നമ്മുടെ പ്രസൻറ്റ് സ്റ്റേറ്റിലെ ബി കോളവും നെക്സ്റ്റ് സ്റ്റേറ്റിലെ ബി കോളവും കൂടിയാണ് എടുക്കുക. അപ്പോൾ അവിടെ 0 0 0 1 1 1 1 0 4 കണ്ടീഷൻസും വരുന്നുണ്ട്. അപ്പോൾ ഈ ടേബിളിനകത്തുള്ള 4 കണ്ടീഷൻസും അവിടെ വരും. പക്ഷേ ഇതുപോലെ എഴുതരുത്. എങ്ങനെയാണ് എഴുതേണ്ടത്, വരുന്നതനുസരിച്ചുള്ളത് മാത്രമേ എഴുതാവുള്ളൂ. 0 0 ആണെങ്കിൽ എന്ത് എഴുതണം, 0 ഡോണ്ട് കെയർ. 0 1 ആണെങ്കിൽ വരുന്നത് 1 ഡോണ്ട് കെയർ. അടുത്ത 1 0 ആണ് വരുന്നതെങ്കിൽ ഡോണ്ട് കെയർ 1 ആണ്. 1 0 ആണെങ്കിൽ എന്താ വരേണ്ടുന്നത്, സോറി നമുക്കവിടെ ഈ കണ്ടീഷൻസിനകത്ത് ഇവിടെ 1ഉം ഇവിടെ 1ഉം ആണ്. ഇവിടെ 1 1 ആണ് വരുന്നതെങ്കിൽ ഡോണ്ട് കെയർ 0. അപ്പോൾ ഡോണ്ട് കെയർ 0. 1 0 ആണെങ്കിൽ നമുക്ക് വരേണ്ടുന്നത് ഡോണ്ട് കെയർ 1. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ അനുസരിച്ച് നമ്മുടെ എക്സൈറ്റേഷൻ ടേബിൾ ആണ് നമ്മൾ എടുക്കുന്നത്. ഈ സംഭവമാണ് നമുക്കവിടെ വരേണ്ടുന്നത് ജെയുടെയും കെയുടെയും സ്ഥലത്ത്. അത് എങ്ങനെ എടുക്കും, ഇവിടെ QN+1 എടുത്തു. ഇവിടെ നമ്മൾ എന്ത് എഴുതും, JA KA ആണ് എടുക്കേണ്ടതെങ്കിൽ പ്രസൻറ്റ് സ്റ്റേറ്റിലെ എ കോളവും നെക്സ്റ്റ് സ്റ്റേറ്റിലെ എ കോളവും തമ്മിൽ നോക്കിയിട്ട് അത് രണ്ടുമായിരിക്കും, ഈ എയും ഈ എയും ആയിരിക്കും എന്ത്, QNഉം QN+1. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് എക്സൈറ്റേഷൻ ടേബിൾ എഴുതുന്നത്. അടുത്തത് നമ്മൾ ബി കേസ് എടുക്കുമ്പോൾ ബിയുടെ കോളം നെക്സ്റ്റ് പ്രസൻറ്റ് സ്റ്റേറ്റിലെ ബി കോളവും നെക്സ്റ്റ് സ്റ്റേറ്റിലെ ബി കോളവും. അപ്പോൾ ഇത് QNഉം ഇത് QN+1 ആവും. അപ്പോൾ അതനുസരിച്ചുള്ള എക്സൈറ്റേഷൻ ടേബിളാണ് നമ്മൾ JB KB എന്ന് പറഞ്ഞ് എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് JA കിട്ടി, KA കിട്ടി, JB കിട്ടി, KB കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് 3 എന്താ പറഞ്ഞത്, ഇത് വെച്ചിട്ട് K മാപ്പ് സിംപ്ലിഫൈ ചെയ്യണം. എന്തിനാണ് K മാപ്പ് സിംപ്ലിഫൈ ചെയ്യുന്നത്, JAക്ക് ഒരു K മാപ്പ് സിംപ്ലിഫൈ ചെയ്യണം, KAക്ക് അടുത്ത് സിംപ്ലിഫൈ ചെയ്യണം, ദെൻ JB KB, ഇങ്ങനെ 4 എണ്ണത്തിനും എന്ത് ചെയ്യണം, സെപ്പറേറ്റ് K മാപ്പ് യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യണം. അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതേ നോക്കൂ. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒബ്റ്റെയിൻ ദ സിംപ്ലിഫൈഡ് ഫംഗ്ഷൻ യൂസിങ് K മാപ്പ്. അതാണ് നമ്മുടെ സ്റ്റെപ്പ് 3. അപ്പോൾ ആദ്യം JAയുടെ ഇത് നോക്കുക. JA 2 വേരിയബിൾസ് അല്ലേ നമ്മൾ പറഞ്ഞേക്കുന്നത്, 2 വേരിയബിൾസിൽ ഈ കണ്ടീഷനാണ് നമ്മൾ JAയുടെ കണ്ടീഷൻസാണ് നോക്കുന്നത്. 4 എണ്ണേ വരത്തുള്ളൂ. 2 വേരിയബിൾസിനാകുമ്പോൾ 2 വേരിയബിൾ K മാപ്പ് എന്ന് പറയുമ്പോൾ 4 സെല്ലുകളേ ഉള്ളൂ. അവിടെ നമുക്ക് എന്താ എഴുതേണ്ടത്, 1 ഡോണ്ട് കെയർ 1 ഡോണ്ട് കെയർ ആണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളവിടെ 1 ഡോണ്ട് കെയർ 1 ഡോണ്ട് കെയർ 1 ഡോണ്ട് കെയർ എഴുതി. ഡോണ്ട് കെയർ എന്തായിട്ട് ടീം നമ്മൾ ഗ്രൂപ്പിങ്ങിന് 1 വേണ്ടിയിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് 4 കൂടി നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഒരു K മാപ്പിലെ മൊത്തവും നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്താണ്,
1 അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 8 മൊത്തത്തിൽ 16 അല്ലെങ്കിൽ മൊത്തത്തിൽ 8 അല്ലെങ്കിൽ മൊത്തത്തിൽ 4 ആയിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതിനെ നമ്മൾ 1 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സോ ജെ എ ഈസ് 1. ഇനി നമ്മൾ കെയിലേക്ക് പോവുകയാണെങ്കിൽ കെയുടെ വാല്യൂ എന്താണ്? കെ എ. കെ എ എന്ന് പറയുന്നത് ഡോണ്ട് കെയർ 1 ഡോണ്ട് കെയർ 1 എന്താണ്? അവിടെയും 1ഉം ഡോണ്ട് കെയറും മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മളത് എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും? ഡോണ്ട് കെയർ 1 ഡോണ്ട് കെയർ 1 ഡോണ്ട് കെയർ 1 അതിനെ നമുക്ക് ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് ജെ എ കെ എ എന്ന് പറയുന്നത് എന്ത് കിട്ടി? 1 കിട്ടി. ഇനി അടുത്തത് നമ്മൾ ജെ ബിയിലേക്ക് പോകുന്നു. ജെ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 1 ഡോണ്ട് കെയർ ഡോണ്ട് കെയർ. ഒരു 0 ഉണ്ട്. 0 1 ഡോണ്ട് കെയർ ഡോണ്ട് കെയർ. അപ്പോൾ നമ്മൾ ജെ ബിയിലേക്ക് പോകുന്നു. 0 1 ഡോണ്ട് കെയർ ഡോണ്ട് കെയർ. ഇതിനകത്ത് 1 നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, 0 ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല. സോ 0 വരുന്നതങ്ങ് കളയുക. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? നമ്മൾ എ എടുക്കുകയാണെങ്കിൽ ഇവിടെ കറസ്പോണ്ടിങ് എ ബാർ ബി ബാർ, ഇവിടെ എ, ഇത് ബി ബാർ ബി. അപ്പോൾ ഇതിനകത്ത് കോമൺ എന്ന് പറയുന്നത് ബി മാത്രമേ ഉള്ളൂ. ബി ആണ് കോമൺ. ജെ ബി എന്ന് പറയുന്നത് ബി ആണ്. ഓക്കെ, ബി ആണ് നമുക്ക് കോമൺ ആയിട്ട് വരുന്നത്. സോ ബി എഴുതി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇവിടെയും ബി ആണ് വരുന്നത്. എ അല്ല കേട്ടോ, ബി ആണ് വരുന്നത്. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ജെ ബി ഈസ് ഈക്വൽ ടു 1 കെ ബി ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിൻ്റെ സർക്യൂട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ ജെ ബി കെ ബി എന്ന് പറയുന്നത് എന്തെന്നാണ് നമുക്ക് വന്നത്? ജെ ബി കെ ബി ഈസ് ഈക്വൽ ടു ബി എന്നാണ് വന്നത് അല്ലേ? ജെ ബി കെ ബി എന്ന് പറയുന്നത് എന്താണ് കിട്ടിയത് നമുക്ക്? 1 മീനിങ് നമ്മുടെ കറസ്പോണ്ട് ബി എന്നാണ് കിട്ടിയത്. ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സർക്യൂട്ട്സ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ തൊട്ടടുത്തതിലേക്ക് പോയാൽ ജെ എ കെ എന്ന് പറയുന്നത് സർക്യൂട്ട് വരയ്ക്കുകയാണ്. നമ്മൾ ജോലി തീർന്നു. അപ്പോൾ അടുത്ത നമ്മൾ സർക്യൂട്ട് വരയ്ക്കുകയാണ്. സർക്യൂട്ട് വരയ്ക്കുമ്പോഴത്തേക്ക് ജെ എ കെ എന്ന് പറയുന്നത് 1 ആണ്. സോ അത് രണ്ടും കൂടി ടൈ ചെയ്ത് 1 എന്ന് പറയുന്ന ലോജിക് 1 വാല്യൂയിലേക്ക് കൊടുത്തു. ഇനി ജെ ബി കെ ബി നമുക്ക് വന്നത് ബി എന്ന് പറയുന്നതാണ്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തത് എന്താണ്? അതായത് ക്യൂ ബി അല്ലെങ്കിൽ ക്യൂ ബി പ്ലസ് 1 അടുത്ത സ്റ്റേറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വരേണ്ടുന്നത് ഈ ക്യൂ എ അല്ല നമ്മൾ കണക്ട് ചെയ്യുന്നത്, ഇത് തിരിച്ച് ഇവിടേക്കാണ് കണക്ട് ചെയ്യുക. ഓക്കെ, 1 1 1 ലാസ്റ്റ് എന്തായിരിക്കും? 1 1 1 വരുമ്പോൾ നമുക്ക് വരേണ്ടുന്നത് 0 0 0. 7 വന്നാൽ 0ലേക്ക് പോകണം. അപ്പോൾ അത് എഴുതുക. അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെയായിട്ട് അടുത്തത് മോഡ് എം ഇസ് ഈക്വൽ ടു 1 ആവുന്ന കണ്ടീഷൻസ്. ആദ്യം 1 7, ദെൻ 6 5 4 3 2 1 0. അപ്പോൾ 7 ആണെങ്കിൽ അടുത്തത് വരേണ്ടുന്നത് 6. നെക്സ്റ്റ് സ്റ്റേറ്റ് 6 ആയിരിക്കണം. 6 ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് 5 ആയിരിക്കണം. 5 ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് 4 ആയിരിക്കണം. 4 ആണെങ്കിൽ 3 ആയിരിക്കണം. 3 ആണെങ്കിൽ 2 ആയിരിക്കണം. 2 ആണെങ്കിൽ 1 ആയിരിക്കണം. 1 ആണെങ്കിൽ 0 0 ആയിരിക്കണം. 0 0 0 ആണെങ്കിൽ എന്തായിരിക്കണം? 7. പിന്നെ അതല്ലേ റിപ്പീറ്റ് ചെയ്ത് വരിക. 7 പിന്നെ 6 5 4 3 2 1 അങ്ങനെ നമുക്ക് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ 0 ആണെങ്കിൽ അടുത്ത പോവേണ്ടുന്ന സ്റ്റേറ്റ് 7. ഡൗൺ കൗണ്ടർ ആയതുകൊണ്ടാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എഴുതുക. എന്നിട്ട് എക്സൈറ്റേഷൻ ടേബിൾ ഇപ്പോൾ 3 ബിറ്റിൻ്റെ ആകുമ്പോൾ നമുക്ക് 3 ഫ്ലിപ്പ് ഫ്ലോപ്പാണ് വരുന്നത്. അപ്പോൾ J1 K1 വരും, J2 K2 വരും, J3 K3 വരും. ഓക്കെ, ദെൻ നമ്മൾ മോഡ് 0യും മോഡ് 1 ഒക്കെ എടുത്തിട്ട് മോഡ് അഡീഷണലായിട്ട് നമുക്ക് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അടുത്തത് എക്സൈറ്റേഷൻ ടേബിൾ എഴുതി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സിംപ്ലിഫിക്കേഷനാണ് പറയുന്നത്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കറസ്പോണ്ടിങ് ഓരോന്നിൻ്റെയും നമ്മൾ എമ്മും കൂടെ വച്ചിട്ടുള്ളത് ചെയ്യും. എം എന്ന് പറയുന്ന കണ്ടീഷനും കൂടി നമ്മൾ എടുത്തായിരിക്കും ചെയ്യും. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസും കൂടി എടുത്ത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഈ കണ്ടീഷൻസ് ഇപ്പോൾ J1 K1 എഴുതുമ്പോൾ അതിനകത്ത് എം വരുന്ന കണ്ടീഷൻസ്, M 0 വരുന്ന കണ്ടീഷനും ഉണ്ട്, M1 വരുന്ന കണ്ടീഷൻസും ഉണ്ട്. ഓക്കെ,
അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ നമ്മൾ ആദ്യത്തെ ആ ഒരു 8 എണ്ണം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ M0 ആണ്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ എമ്മിൻ്റെ വാല്യൂ എന്തായിരിക്കും 0 വരുന്ന കണ്ടീഷൻസിലുള്ളത് മാത്രമേ എഴുതുള്ളൂ. ദെൻ നെക്സ്റ്റ് M1 വരുന്ന കണ്ടീഷൻസ്. ഇത് മിക്സ് ചെയ്ത് എഴുതിയിരിക്കുന്നത് നമ്മൾ 4 വേരിയബിളിൻ്റെ കെ മാപ്പാണ് വരയ്ക്കുന്നത്. ഓക്കെ, നമ്മൾ ഇതിനകത്ത് 3 ബിറ്റ്സേ ഉള്ളെങ്കിലും 4 വേരിയബിളിൻ്റെ കെ മാപ്പാണ് വരയ്ക്കുന്നത്. എന്തുകൊണ്ട് 4 വേരിയബിളിൻ്റെ കെ മാപ്പ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അഡീഷണലായിട്ട് നമ്മൾ മോഡ് എന്ന് പറയുന്ന സംഭവം കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മോഡും കൂടി നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമ്മുടെ കറസ്പോണ്ടിങ് ഇതിനകത്ത് ഒരു കെ മാപ്പ് വരച്ചിരിക്കുന്നതാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ അതേമാതിരി എല്ലാത്തിനും നമ്മൾ കെ മാപ്പ് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഏകദേശം നമ്മൾ അത് ചെയ്യുമ്പോൾ എല്ലാത്തിനും ഒരേപോലെ തന്നെ വരും. അതിൽ ആദ്യത്തെ JAK അല്ലെങ്കിൽ J1 K1 എന്ന് പറയുന്നത് മാത്രം ഹൈ ആയിരിക്കും. ബാക്കി എല്ലാത്തിനും വരുന്ന J2 K2 J3 K3 എല്ലാം സെയിം ഇക്വേഷൻ ആയിരിക്കും വരുന്നത്. ആ ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അത് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ കറസ്പോണ്ടിങ് മോഡ് 10 എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ 3 ബിറ്റ് അപ്പ് ഡൗൺ കൗണ്ടർ. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ BCD കൗണ്ടർ ഞാൻ 0 to 9 വരെയുള്ള കാര്യങ്ങളാണ്. അത് തന്നെയാണ് നമ്മൾ ഡിക്കേഡ് കൗണ്ടറിലും യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മോഡ് 10 കൗണ്ടർ എന്ന് പറഞ്ഞ് ചോദിച്ചാലും ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. കണ്ടോ, 000 മുതൽ 1001 വരെയുള്ളത് അതതുപോലെ കൊടുക്കുക. ഇത് സിങ്ക്രണസ് BCD കൗണ്ടർ എന്ന് പറഞ്ഞാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. നിങ്ങൾ സിങ്ക്രണസ് BCD കൗണ്ടർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരേണ്ടുന്നത് ഇത് തന്നെയാണ് ഡിക്കേഡ് കൗണ്ടർ, ഇത് തന്നെയാണ് മോഡ് 10 കൗണ്ടർ. ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചാലും സെയിം സംഭവം തന്നെ. അപ്പോൾ അതനുസരിച്ചുള്ള എക്സൈറ്റേഷൻ ടേബിൾ 4 ബിറ്റിൻ്റെതാകുമ്പോൾ J1 K1 J2 K2 J3 K3 J4 K4. അപ്പോൾ J1 K1 എടുക്കുകയാണെങ്കിൽ പ്രസൻറ്റ് സ്റ്റേറ്റ് PS എന്ന് എഴുതിയിരിക്കുന്ന പ്രസൻറ്റ് സ്റ്റേറ്റും NS എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റേറ്റുമാണ്. ദെൻ J1 K1 ആണെങ്കിൽ പ്രസൻറ്റ് സ്റ്റേറ്റിൽ Q1 എന്ന് പറയുന്നതും നെക്സ്റ്റ് സ്റ്റേറ്റിൽ Q1 എന്ന്. ഇവിടെ Q1 Q2 Q3 Q4 നമ്മൾ നേരത്തെ ABCD എന്ന് എഴുതിയത് തന്നെ ഇവിടെ Q1 Q2 Q3 Q4 നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാം. നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന വേരിയബിൾ തന്നെ ആയിരിക്കണം എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ കറസ്പോണ്ടിങ് J1 K1ന് J2 K2 J3 K3 ഇതെല്ലാത്തിനും എന്ത് ചെയ്യുന്നു, കെ മാപ്പ് യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സർക്യൂട്ട്സാണ് ഈ വരച്ചിരിക്കുന്നത്. ഇതാണ് മോഡ് 10 അല്ലെങ്കിൽ BCD അല്ലെങ്കിൽ നമ്മുടെ ഡിക്കേഡ്